എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് എങ്ങനെയാണ് ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്? അക്ഷയ വഴിയാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, ഈ ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ കോളേജുകളിൽ ഈ ഒരു ഡിഗ്രി പ്രവേശനം നേടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിവിധ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ പ്രധാനമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ കുസാറ്റ് എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അതത് വെബ്സൈറ്റുകൾ വഴി ഈ ഒരു ഡിഗ്രി പ്രവേശന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഡിഗ്രി പ്രവേശനം ആരംഭിക്കുന്നത് +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾ അതത് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും. ആ ഒരു സമയം വിദ്യാർത്ഥികൾ അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ +1 അപ്ലൈ ചെയ്തിരുന്നപ്പോൾ കിട്ടിയ പോലെ നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് ഫോം കിട്ടുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോമൊന്നും കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിനായിട്ട്, അതായത് ഡിഗ്രിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് ഇനി പറയുന്നതാണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ആ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, അത് നമ്പറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളതെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ ആവശ്യമുള്ള ആ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുക, അതും ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റാണ് വേണ്ടത്. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സാധാരണഗതിയിൽ SLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ വേണമെങ്കിൽ തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ് കൂടി വെക്കുക. അതുപോലെ ബോണസ് പോയിൻ്റ് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് കൂടി കയ്യിൽ കരുതുക. അപ്പോൾ ഇത്രയുമാണ് അപേക്ഷ നൽകുന്നതിനായിട്ട് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ഏകദേശം ഒരു 500-600 ആ ഒരു രീതിയിൽ ഫീസ് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസ് കൂടി കയ്യിൽ കരുതണം. അപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റികൾ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുക. ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് നടപടികൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കും. പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളുണ്ട്, അതുപോലെ ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയും, കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ വെബ്സൈറ്റ് വഴിയുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അതത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലുള്ള അലോട്ട്മെൻറ്റുകൾ വഴി കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ ഫീസ് കുറവായി ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു അപേക്ഷയുടെയും അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതത് കോളേജുകളിലുള്ള BSc, അതുപോലെ തന്നെ BCA, BBA, അതുപോലെ BA, അതായത് BA തന്നെ ഇംഗ്ലീഷ്, മലയാളം ഇതുപോലുള്ള ലാംഗ്വേജുകൾ ഉണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് എയർലൈനിലൊക്കെ വർക്ക് ചെയ്യണം എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഡിഗ്രി പ്രവേശന നടപടികൾ വഴി ഈ ഒരു അഗ്രികൾച്ചറിലെ ഈ ഒരു ഏവിയേഷൻ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏവിയേഷൻ കോഴ്സ് പഠിക്കണമെങ്കിൽ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട്, അതായത് എയർ ഹോസ്റ്റസ് ഒക്കെ ആവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കോഴ്സ് കൂടി അതിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതായത് BA ഏവിയേഷൻ ആണോ അല്ലെങ്കിൽ BSc ഏവിയേഷൻ ആണോ എന്നറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഏവിയേഷൻ കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതായത് അംഗീകാരം ഉള്ളതാണോ എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷയിൽ 3 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനും, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക എന്നുള്ളതും, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കോളേജ് ഓപ്ഷനുകൾ നൽകുക എന്നുള്ളതുമാണ്. ആദ്യത്തെ രജിസ്ട്രേഷൻ സ്റ്റെപ്പിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നൽകണം. രജിസ്ട്രേഷൻ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ കറക്റ്റായിട്ട് നൽകുക. കാരണം ഈ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ IDയും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ ആവശ്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് നടപടികൾക്ക് ശേഷം അഡ്മിഷനും കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ IDയും. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു ഇമെയിൽ ID മൊബൈൽ നമ്പർ നൽകാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ അതിനുശേഷം ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ചലാൻ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങളുടെ ഓപ്ഷൻ ബേസിൽ, അത് നിങ്ങൾ +1 അഡ്മിഷൻ നേടുന്ന സമയത്ത് ആദ്യം സയൻസ് ഇന്ന സ്കൂളിൽ, പിന്നീട് അടുത്ത സ്കൂളിൽ സയൻസ്, അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് കൊമേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഈ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻ നൽകിയിട്ടുണ്ടാവും. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കോളേജ് അലോട്ട്മെൻറ്റുകളും നൽകേണ്ടത്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ഇഷ്ടപ്പെട്ട കോളേജുകളിലേക്ക് നൽകുക, അതിനുശേഷം അടുത്ത കോഴ്സ് നൽകുക. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രയോറിറ്റി ബേസിലാണ് ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾ +1 അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ വരും, അതായത് 10ാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിന് താഴെയുള്ള ബാക്കി ഓപ്ഷൻസ് ഒക്കെ റദ്ദാക്കപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെൻ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾ ഈ ഒരു രീതിയിൽ കോളേജ് ഓപ്ഷൻസ് നൽകിയ ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങൾ, അതായത് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ 4 അലോട്ട്മെൻറ്റുകൾ ഘട്ടം ഘട്ടമായിട്ട് പ്രസിദ്ധീകരിക്കും. ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. 1ാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, അതുപോലെ 2ാമത്തെ ഓപ്ഷനും അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷനുകളുമാണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷനും എടുക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അതത് കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ മാത്രമാണ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്, ഈ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കുകയും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അഡ്മിഷൻ നേടുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ 4th അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സാധാരണ ഈ ഒരു ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തും. ആ ഒരു സമയത്ത് +2 ജയിക്കാതെ, അതായത് +2 തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാം. ഈ ഒരു അതായത് +2വിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് +2 തോൽക്കിട്ട് സേ പരീക്ഷ എഴുതിയിട്ട് വിദ്യാർത്ഥികളുടെ റിസൾട്ട് ആ ഒരു സമയത്തേക്കാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിനായിട്ട് ആ ഒരു പുതുതായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.